എന്താ? ജോർജ് സാറ് വിളിച്ചിരുന്നു. വേഗം ഇറങ്ങണം, നമ്മളെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. എപ്പോഴും കാണാറുള്ള സ്ഥലത്ത് വരാൻ പറഞ്ഞു. ശരി, ഞാനിപ്പോ റെഡിയായി വരാം. വാ. നാത്തൂനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. അഷിതയുടെ കാര്യം കൺഫേം തന്നെയാണ്. എന്നാലും പൃഥ്വി അഷി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. അവര് പിള്ളേരല്ലേ നാത്തൂനെ. വിശേഷം അറിഞ്ഞ സന്തോഷത്തില് രണ്ടുപേരും നമ്മളെ വിളിക്കുന്ന കാര്യം മറന്നു കാണും. ഇനിയിപ്പോ അവര് വീട്ടിൽ ചെന്ന് സന്തോഷം എല്ലാവരോടും പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ശരിയാ, അങ്ങനെയായിരിക്കും ചെയ്യാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ ഗിരിജെ? എന്താ നാത്തൂനെ? പിള്ളേര് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി നമുക്ക് അങ്ങോട്ട് പോയാലോ? പെട്ടെന്ന് നമ്മളെ കാണുമ്പോ അഷിക്കത് വലിയ സന്തോഷാവും. അത് ശരിയാ. ഇനിയിപ്പോ അഷിമോക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ നാശം പിടിച്ച ദുർഗയും ഭർത്താവിനെയും ആ വീട്ടിൽ നിന്ന് പായിക്കുന്നതാ. അതാവും അഷിക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന കാര്യം. അതല്ലെങ്കിലും ചെയ്യണം നാത്തൂനെ. വിശേഷമുള്ള സമയത്ത് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ ടെൻഷൻ കൊടുത്താൽ അത് അഷിയുടെ കുഞ്ഞിനെ കൂടി ബാധിക്കും. അതുകൊണ്ട് നാത്തൂൻ അമ്മയോടും ദേവേടിനോടും പറഞ്ഞ് ആ നാശങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറക്കണം. ഇനി എന്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അതെ, ആ പഴയ പവറിലേക്ക് നാത്തൂൻ തിരിച്ചു വരണം. ദുർഗയെ വരച്ച വരയിൽ നിർത്തി എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത നാത്തൂന്റെ ആ പഴയ തന്ത്രങ്ങൾ വീണ്ടും പുറത്തെടുക്കണം. മനസ്സിലായി ഗിരിജെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയ വസുമതിയായിരിക്കും. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും, നാത്തൂന്റെ കൂടെ. അത് മതി. നമുക്ക് സമയം കളയാതെ വേഗം പോയി റെഡിയാവാം. പോകുന്ന വഴിക്ക് ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും വാങ്ങാം. നാത്തൂൻ വാ. വളരെ ആലോചിച്ചിട്ട് വേണം പൃഥ്വി അറസ്റ്റ് ചെയ്യാൻ. എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും. അതോടെ നമ്മളെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. മേനോനും നാടുവിടും. ശരിയാണ് സർ. പൃഥ്വിയാണ് എക്സ് എന്നതിന് ഡ്രൈവറുടെ മൊഴി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ സൂക്ഷിച്ചു വേണം അറസ്റ്റ് ചെയ്യാനാണ്. ഏതായാലും നിങ്ങളുടെ അന്വേഷണവും ഇന്ദ്രപ്രസ്ഥത്തിലെ നിങ്ങളുടെ താമസവും നമ്മുടെ അന്വേഷണത്തിന് ഒരുപാട് ഉപകാരപ്പെട്ടു. പൃഥ്വിയാണ് എക്സ് എന്ന് നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ പൃഥ്വിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മേനോനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരു ചിന്തയിലാണ് സാർ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ ചിന്തകൾ ഉടനെ സത്യമാകും. മേനോനെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മാത്രമേ എനിക്ക് സമാധാനാവും. അത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ.